എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് പച്ച പപ്പായ കൊണ്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനുശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ മെഴുക്കൊക്കെ പുരട്ടാൻ അരിഞ്ഞെടുക്കുന്ന പോലെ നീളത്തിനൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ മൺചട്ടിയിലേക്ക് ഈ ഒരു പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അധികം വെന്തുടയാൻ പാടില്ല. നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ മെഴുക്ക് പുരട്ടാൻ എടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് വേണം എടുക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 വറ്റൽ മുളക് ചെറുതായിട്ട് പിച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും വറ്റൽ മുളകും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് ഇത് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 2 ചെറിയ സവാള നീളത്തിന് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള അധികം വെന്ത് നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടേണ്ട. നമുക്ക് ആ ഒരു സവാള ചെറുതായിട്ട് ആ ഒരു പച്ചയൊക്കെ മാറി ആ ഒരു ഒന്ന് വാടി കിട്ടണം. ആ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് വശക്കി എടുക്കാം. അപ്പോൾ പപ്പായ കൊണ്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാമെങ്കിൽ അതെല്ലാം നല്ലതാണ്. നമുക്ക് പ്രത്യേകിച്ച് പപ്പായ കൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാം, അതുപോലെ തന്നെ തോരൻ വെച്ച് കഴിക്കാം, മെഴുക്ക് പുരട്ടാം, അതുപോലെ തന്നെ നമുക്ക് കൂട്ടുകറി പോലെയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പല രീതിയിൽ നമുക്ക് പപ്പായ കൊണ്ട് നമ്മൾ റെസിപ്പികൾ തയ്യാറാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതും ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും, 1 സ്പൂൺ അളവിൽ ചതച്ച മുളകും, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന പപ്പായയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അധികം ഇത് വെന്ത് ഉടയാനൊന്നും പാടില്ല. നമുക്ക് ഇങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പപ്പായ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.